പൈസ വരാൻ തുടങ്ങിയപ്പോൾ അച്ഛനും അമ്മനെയും നൈസായിട്ട് ഒഴിവാക്കി. അതുകൊണ്ടാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് നിങ്ങൾ ഇവിടെ വേറെ വന്ന് താമസിക്കണം പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ആരോ ആണെന്നാണ് വിചാരം. യൂട്യൂബ് ഇപ്പൊ ഇത്രയും വളർത്തി വലുതാക്കിയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ജാട കാണിക്കുന്നത്. യൂട്യൂബ് ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഗതി അതോ ഗതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ പരിപാടി ഇപ്പൊ ഭയങ്കര ബോറാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ആരോഗ്യം കാര്യങ്ങളൊക്കെ ഇല്ലേ, പോയിട്ട് നല്ലപോലെ പണിയെടുത്ത് ജീവിക്കൂ. ഹലോ അപ്പൊ എല്ലാവർക്കും അമ്മമക്കൾ ഫാമിലിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ കോഴിക്കോട് നിന്ന് തിരിച്ചെത്തി കൊണ്ടൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറെ നെഗറ്റീവും പോസിറ്റീവ് ആയിട്ട് കുറെ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊരു ഐഷ ചേച്ചി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറും ബോറാണെന്ന്. നമ്മൾ എന്താണ് ഈ ബോറായിട്ട് കാണിച്ചതെന്ന് നമുക്ക് അറിയുന്നില്ല. നിങ്ങൾ ഇപ്പൊ വരെ ഭയങ്കര ബോറാണ്. ആ ചേച്ചി മാത്രമല്ല, ജയശ്രീ, ഞാൻ കുറെ ജയശ്രീ, ജെസ്സി ജോസ്, ആദ്യ, റീത്ത, സുശീല, അജികുമാർ, ഭദ്ര, ഇവരൊക്കെ ഞാൻ അവർ എല്ലാത്തിനും നമ്മുടെ വന്നിട്ട് ഇങ്ങനെ നെഗറ്റീവ്സ് ഇടുന്ന കുറച്ച് ആൾക്കാരാട്ടോ. അത് ബോറാണ്. ഇപ്പൊ പൈസ ഉണ്ടാക്കാൻ വേണ്ടിക്ക് എന്തൊക്കെയോ കാണിച്ചു കൂട്ടാണ്. ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലേ, നല്ല പണിയെടുത്ത് ജീവിച്ചൂടെ നിങ്ങൾക്ക്. ഇവർ ആരോ ആണെന്നാ നിങ്ങളുടെയൊക്കെ വിചാരം. യൂട്യൂബ് ഒന്ന് നിർത്തിയാൽ മതി, അപ്പൊ സ്വാഹ. പിന്നെ ബോറാണ്. ഇവർക്ക് ഭയങ്കര ജാടയാണ്. കാശ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛനെയും അമ്മനെയും നൈസായിട്ട് ഒഴിവാക്കി. ഇതൊക്കെയാണ് ഇവരിന്റെ കുറച്ച് ചിന്തകള്. അതായത് എന്താന്ന് വെച്ചാൽ പൈസ പറഞ്ഞാൽ പൈസക്ക് പൈസ തന്നെ വേണം, അല്ലാണ്ട് ചേച്ചിമാരൊന്നും ഞങ്ങൾക്ക് എടുത്ത് തരുന്നില്ലല്ലോ. ഒന്ന് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കണം. അപ്പം നമ്മൾ ആദ്യം കുറേ കഷ്ടപ്പെട്ടത് തന്നെയായിരുന്നു. അതിന് ശേഷം കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഏട്ടന് ഗൾഫിൽ പോകണം പറഞ്ഞിട്ട് ആ ഒരു ഇതിലാണ് നമ്മൾ ഇത് തുടങ്ങിയത് തന്നെ. അത് തുടങ്ങിയതിന് ശേഷം റീച്ചായി. പിന്നെ നമ്മൾ നല്ല കണ്ടന്റ്സ് ഒക്കെ ഇട്ടു. അത് ജസ്റ്റ് ആ ഒരു ലെവലിൽ അങ്ങനെ പോകും. മീൻസ് കണ്ടന്റ് ഇഷ്ടപ്പെടുന്നവർ കുറച്ചുണ്ട്. അതേപോലെ തന്നെ അതിൽ വന്നിട്ട് നമ്മൾ ഫാമിലി കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ അതൊന്നും വേണ്ട, അതിലിട്ട് കഴിഞ്ഞിട്ട് അത് മൊത്തത്തിൽ മിക്സ് ആവേണ്ട പറഞ്ഞിട്ടാണ് നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയത്, അമ്മയും മക്കളും ഫാമിലി എന്ന് പറഞ്ഞിട്ട്. അത് വ്ളോഗ് ചാനൽ മാത്രമാണ്. മീൻസ് അത് ഞാൻ പറഞ്ഞു, ഞാനാണ് തുടങ്ങിയത്. അത് എൻ്റെ ഓരോ കാര്യങ്ങൾ ഞാൻ വീട്ടിൽ ചെയ്യുന്നതും എൻ്റെ ഡ്രസ്സിങ് കളക്ഷനും അങ്ങനെയൊക്കെ കാണിച്ചു തരാൻ വേണ്ടി തുടങ്ങിയൊരു ചാനലായിരുന്നു. അതിൽ നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ജീവിതത്തിൽ നടന്ന സ്റ്റോറിയൊക്കെ ഇട്ടപ്പോൾ അത് നല്ല റീച്ചായി. അപ്പോൾ അടുത്ത ഭാഗം വേണമായിട്ട് അങ്ങനെ നമ്മുടെ ഓരോ പാർട്ടായിട്ട് ഇത്രയും ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും, എങ്ങനെ യൂട്യൂബ് തുടങ്ങി, കുഞ്ഞായ സമയത്ത് എങ്ങനെ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രസവത്തിൻ്റെ ആ സമയത്തുള്ളതൊക്കെ അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ വ്ളോഗ് ചാനൽ നല്ല രീതിക്ക് വരുമ്പോഴാണ് ഞങ്ങൾക്ക് പുതിയൊരു സംഭവം തുടങ്ങാൻ പോവാണ് നമ്മൾ. എന്തായാലും ഒരു സംഭവമാണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ റിസോർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഡ്രസ്സിന്റെ എന്തൊക്കെയാണ് ഒരുപാട് ഹെൽത്ത് ഓക്കെ അല്ലേ, പണിയെടുത്ത് ജീവിക്കേണ്ട ഒരുപാട് ആൾക്കാരല്ലേ. ഞാൻ കുറെ എപ്പോഴും വായിക്കാറുണ്ട്, എല്ലാത്തിനും ഒരു ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ വരും അല്ലേ. കുറെ ഇവരുണ്ട് ഹെൽത്ത് ഓക്കെ അല്ലേ, പണിയെടുത്ത്. ഇത് പണിയെടുത്ത് ഇത് പിന്നെ പണിയെടുക്കാണ്ട് വെറുതെ ഇടുക ചേട്ടാ. ഞാനിപ്പോ സന്തോഷ് ജോർജ് കുളങ്ങൽ സാർ ഒരു ഇതിൽ ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു, എന്താ ഏറ്റവും ഇപ്പോൾ നമുക്ക് കിട്ടിയ കുറച്ച് വർഷങ്ങളായിട്ടുള്ള വന്നതാണ് യൂട്യൂബ് അല്ലേ. യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് പറഞ്ഞ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അതിലെല്ലാവർക്കും, ഈ പറയുന്ന നിങ്ങൾക്കും എല്ലാവർക്കും, ലോകത്തിലെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഒരു മുതൽ മുടക്കില്ലാതെ, മുതൽ മുടക്ക് മീൻസ് നമ്മുടെ എഫേർട്ടാണ് മുതൽ മുടക്ക്, അല്ലാതെ പൈസയായിട്ട് മുതൽ മുടക്കില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യമാണത്. അതിന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നവര് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അതിന് ഒരുപാട് കഷ്ടപ്പെടണം, ഒരുപാട് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെടണതിന്. അത് പറഞ്ഞാൽ നല്ല, അത് കുറെ ആളില്ലേ. ഇപ്പൊ അവരിലൊക്കെ ആയാലും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മുടെ ഐഡിയാസ് പ്രയോഗിക്കണം, നല്ല രീതിക്ക് ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് അടിപൊളിയായിട്ട് വിജയിക്കാം അല്ലേ. അപ്പോ ഈ കുറ്റം പറയുന്നവര് വെറുതെ വിചാരിക്കുന്നത് ഹെൽത്ത് ഓക്കെ അല്ലേ, പണിയെടുത്ത് നല്ല കഷ്ടപ്പാടാണ്, നല്ല അടിപൊളി കഷ്ടപ്പാടുണ്ട് അല്ലേ. എന്റെ കണ്ണെ കണ്ടത് നിങ്ങൾക്ക് അറിയാം, എഡിറ്റ് ചെയ്തിട്ട് ഒരു കണ്ണ് സർജറി ചെയ്തതാണ്. ഒരു കണ്ണിന്റെ ഫുൾ ടൈം നമ്മള് ഫുള്ള് എഡിറ്റിംഗ്. ഇപ്പൊ 4-5 വർഷമായിട്ട്. ഇനിയിപ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അപ്പൊ തന്നെ മൊബൈൽ കൊടുക്കുമ്പോൾ സൂക്ഷിച്ചോളൂ. കാരണം എനിക്കൊരു 4-5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് എന്റെ കണ്ണിന്റെ ഒരു സർജറി കഴിഞ്ഞാൽ അടുത്തൊരു കണ്ണിന്റെ സർജറി ആവശ്യമുണ്ട്. അപ്പൊ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണിത്. ചില്ലറപ്പെട്ട കളിയല്ല, ഭയങ്കര റിസ്ക് എന്ന് പറഞ്ഞാൽ ഒന്നാമത് കോമ്പറ്റീഷൻ കൂടി വരികയാണ് അല്ലേ. മറ്റുള്ളവർക്കാൾ നമുക്ക് നല്ല ചെയ്യാം, വെറൈറ്റി ആയിട്ട് ചെയ്യാം. എന്തൊക്കെ ചെയ്താൽ മാത്രമാണ് ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ, ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു തൊഴിലാണ്. അപ്പൊ അതില് വിജയിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ എത്തിയത്. ഹെൽത്ത് ഓക്കെ അല്ല എങ്ങനെ ചോദിക്കും. നമ്മൾ അത്രയും നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. വെറുതെ ഒരുപാട് ഞങ്ങൾ തുടങ്ങിയ കഥയൊക്കെ ഞാൻ പറയാം, നിങ്ങൾ പിന്നെ പണിയെടുത്താലും ഞാൻ പറയണ്ടോ, പണിയെടുത്താലൊക്കെ എങ്ങനെ ചെയ്യും. ഞാനും പണിയെടുത്താണ് എത്ര കൊല്ലം, 10-15 കൊല്ലം നല്ല
നിങ്ങളൊക്കെ വിചാരിക്കുന്നത് അവരുടെ ഹാർഡ് വർക്ക് ചോര നീരാക്കി വേർത്ത് പണിയെടുത്താണ്. അപ്പം നമുക്ക് അങ്ങനെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഹാർഡ് വർക്ക് ചെയ്ത് വേർത്ത് കുളിച്ച് പണിച്ച് നമുക്ക് തട്ടിമുട്ടി ജീവിച്ചു പോകാം. സ്മാർട്ട് വർക്ക് ചെയ്ത ഈ ലോകത്ത് പിടിച്ചു നിന്ന് അടിപൊളിയായിട്ട് ജീവിക്കും. ഓക്കെ. പിന്നെ നമ്മൾ അതേപോലെ തന്നെ ഇൻഷുറൻസ് പരസ്യം ചെയ്യുമ്പോഴും സെയിം സംഭവം പറയേണ്ടത്. നിങ്ങൾ ഹെൽത്ത് ഇപ്പൊ എല്ലാ ടിവിയിലും ആണെങ്കിലും അല്ല, ഇൻഷുറൻസിന് വീണ്ടും വീണ്ടും കാണിക്കുന്നത് വെച്ചാൽ അത് പരസ്യം നമുക്ക് തരികയാണ്. നമ്മൾ അത്രയും അവർക്ക് വർക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മളത് ഓരോരുത്തർ തരികയാണ്. അവർക്ക് ചിലവര് വലിയൊരു കമ്പനിയാണ് അവർ ചിലവർക്ക് 1 മാസം കൊടുക്കും, 2 മാസം കൊടുക്കും, 3 മാസം കൊടുത്തിട്ട് ഒഴിവാകും. നമ്മളൊക്കെ 1 വർഷമായിട്ട് കിട്ടും. നമ്മുടെ വർക്ക് ഞാൻ പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന എന്തായാലും അത് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയി ചെയ്യുള്ളൂ. അവർ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു പരസ്യങ്ങളൊക്കെ 1,85,00,000 വലിയ റീച്ചാണ്. അവർക്ക് പോലും പ്രതീക്ഷിക്കാത്ത റീച്ചിലാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. കാരണം നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരിക്കും. പരസ്യം അല്ലാത്ത രീതിയിൽ അതിൻ്റെ ഉള്ളിൽ നല്ലൊരു കോണ്ടന്റ് ഉണ്ടാക്കി അതിൽ നന്നായിട്ട് ആക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ വീണ്ടും 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 നമുക്ക് പരസ്യം തരുന്നത്. അത്രയും വലിയൊരു കമ്പനിയാണ്. വലിയ കമ്പനി എന്ന് പറഞ്ഞാൽ വേൾഡിലെ കമ്പനിയാണ്. അവര് നമുക്ക് 1 വർഷമായിട്ട് പരസ്യം തന്നെ നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് പരസ്യമുണ്ട്. അങ്ങനെയാണ്. പിന്നെ വീണ്ടും വീണ്ടും ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്കറിയില്ല നമ്മളിപ്പോ കോൾഗേറ്റിന്റെ നമുക്ക് അറിയുന്നല്ലേ, എല്ലാവർക്കും അറിയുന്നല്ലേ കോൾഗേറ്റ് എന്ന അത് വീണ്ടും 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 നിങ്ങൾ എത്ര ജനിച്ചപ്പോൾ മുതൽ കേൾക്കാൻ തുടങ്ങിയല്ലേ. പരസ്യം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലേക്ക് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പരസ്യം എന്ന് പറയുന്നത്. വീണ്ടും 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 ഒരു സാധനത്തിനെ കാണുമ്പോഴാണ് നമ്മളത് പരസ്യമായിട്ട് കാണുന്നത്. അല്ലാതെ ഒരു പ്രാവശ്യം ചെയ്തിട്ട് നിർത്തിയാൽ അത് പിന്നെ ജനങ്ങൾക്ക് വരില്ല. അതുകൊണ്ടാണ് വീണ്ടും 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 വരുന്നത്. ഒരേ സാധനം നമ്മൾ ചെറുപ്പം മുതലല്ലേ എല്ലാത്തിന്റെയും നമുക്ക് നമ്മളെ കോൾഗേറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ആയത് നമ്മൾ ആരും അറിയാണ്ട് ബ്രാൻഡ് ആയത് കോൾഗേറ്റ്. അതിനേക്കാൾ എത്രയോ നല്ല പേസ്റ്റ് ഉണ്ട്. പക്ഷെ കോൾഗേറ്റ് ക്ലോസ് പെട്ടെന്ന് മനസ്സിലായാലും അതൊക്കെ നമ്മുടെ ബ്രാൻഡിൽ ഇഞ്ചക്ട് ചെയ്ത് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ. അതാണ് പരസ്യത്തിന്റെ, അതൊക്കെ അവരുടെ കളിയാണ്. അപ്പൊ ഇനിയിപ്പോ വളരെ കുറവായിരിക്കും. ഇനി 1 വർഷം കഴിഞ്ഞു നമ്മൾ ആ പരസ്യം ഏറ്റെടുത്തത്. ഇനിയിപ്പോ പേടിക്കണ്ട, നിങ്ങളെ ശല്യം ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇൻഷുർ അത്യാവശ്യമാണ്. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കുച്ചു എടുത്ത് വെച്ചിട്ടുണ്ട്, യുവാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, അച്ഛൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെ ബാഗ് എടുത്ത് വെച്ച പെട്ടെന്ന് തട്ടി പോകണ്ടെന്ന്. അങ്ങനത്തെ മെസ്സേജ് ഇല്ല. അത് സാറില്ല, അത് ഓരോരുത്തരുടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടുത്ത് നമ്മുടെ കുറെ കമ്പനിക്കാർ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. പ്രഗ്നൻസിന്റെ ഒക്കെ അല്ലേ, പ്രഗ്നൻസിന്റെ എടുത്ത് വെച്ചിട്ടുണ്ട്, പ്രഗ്നൻസിന്റെ ഒക്കെ എടുത്തിട്ട് നല്ലതല്ലേ. ഇൻഷുറിന്റെ ഗുണങ്ങളുണ്ട്. നമുക്ക് വലിയ ഈ പറയുന്ന ആൾക്കാർ എനിക്ക് ഉറപ്പായിട്ട് ചെയ്ത് പറയുന്ന പരസ്യം എടുത്തിട്ടുണ്ടായാലും എനിക്ക് ഉറപ്പാണ്. കാരണം അതിന് വലിയൊരു ഇതുണ്ട്. ഓരോ ദിവസം പുതിയ പുതിയ പ്രേക്ഷകരാണ്. അത് പരസ്യമാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. ഒരു പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ കഴിഞ്ഞു, അത് നിങ്ങൾ ചില്ലറ കളിയല്ലത്. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ അത്ര കാലം സമ്പാദിച്ചതൊക്കെ 0 ആയി പോകും. ഒരു ഹോസ്പിറ്റലിൽ കേസ് വന്നു. ഇപ്പോഴത്തെ അസുഖമാണ്, ആർക്കും എന്തും വരാം അല്ലേ. ഇപ്പോഴത്തെ ഫുഡ്, നമ്മുടെ വ്യായാമം ഇല്ലായ്മ, ഉറക്കക്കുറവ്, കൂടുതൽ നേരം മൊബൈലിൽ, അതിൽ കണ്ടിട്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാറുണ്ട്. അപ്പൊ അത് എന്താ പറയാ, പെട്ടെന്നൊരു ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് ജീവിക്കാനല്ല. കാരണം ഞാനൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കുറ്റം പറയില്ല, അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് അല്ലേ, ഭയങ്കര തിരക്ക്. അവിടെയൊക്കെ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അത് അത്ര അത്യാവശ്യം അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. വേറെ പറയുള്ളൂ. അതുപോലെ നമുക്ക് റമ്മിന്റെ ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ. റമ്മി എത്ര ലക്ഷങ്ങൾ തരാൻ പറഞ്ഞാൽ റമ്മി. പക്ഷെ നമ്മളത് ഇതുവരെ ആയിട്ട് ചെയ്തിട്ടില്ല. നമ്മൾ എത്ര ആൾക്കാർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ആയിട്ട് ആ റമ്മിന്റെയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഗെയിം രാജ ഗെയിംസ് പറഞ്ഞാൽ അത് 1 ലക്ഷങ്ങളാണ് നമുക്ക് സ്പോൺസർ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യില്ല. കാരണം അതറിയാം, അതൊരു കുടുംബത്തിന്. ഞാനിപ്പോ ഒരു ഗെയിമിൽ ചെയ്ത് എനിക്ക് ലക്ഷങ്ങൾ തരും. ആ ഗെയിം കളിച്ചിട്ട് എത്ര ആള് അല്ലെ, കുടുംബം ഇല്ല, അയാൾ പണിയെടുത്തിട്ട് മുഴുവൻ പൈസ അയാൾ കൊണ്ട് കളയുമ്പോൾ അത് നമുക്ക് ശാപം കിട്ടും. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടി എത്ര ലക്ഷങ്ങൾ തരാറുണ്ട്. അതൊരു രാജ ഗെയിംസ് വരുന്നു, പിന്നെ റമ്മിന്റെ വരുന്നു, പിന്നെ ലുഡോന്റെ വന്നു. അവരൊക്കെ ലക്ഷങ്ങളായിട്ട് ഓഫർ ചെയ്യുന്നു ഒരു പരസ്യത്തിന്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒന്നും ചെയ്യില്ല. അല്ല, നമ്മൾ അങ്ങനത്തെ ഒന്നും ചെയ്യല്ല. കാരണം അത് ഒരാളെ ദ്രോഹിച്ചിട്ട്, ഒരാളെ കുടുംബത്തിനെ തകർത്തിട്ടുള്ള പൈസ അത് നിലനിൽക്കില്ല. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ നല്ലതാണ്. ഇൻഷുർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ലതാണ്. അത് നമ്മുടെ കുഞ്ഞിന്റെ തന്നെ 1.5 ലക്ഷത്തിന്റെ ഏകദേശം 1 ലക്ഷം മുകളിൽ കടന്നത് ഒരു പ്രസവത്തിന് കേട്ടോ. 1 ലക്ഷം. നമ്മുടെ പൈസ ഇല്ലാത്തവരാണെങ്കിലോ, പൈസ ഇല്ലാത്തവർ എന്താക്കും പെട്ടെന്ന്. അപ്പൊ ബുദ്ധിമുട്ടല്ലേ. അതൊക്കെ നമ്മളൊക്കെ നോർമൽ ഡെലിവറി ആവാനായിട്ടാണ് പോയത്. പെട്ടെന്നാണ് കുഞ്ഞിന് സർജറി ആയത്. പിന്നെ സർജറി കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിക്ക് മഞ്ഞാണ് പറഞ്ഞിട്ട് 5 ദിവസം വീണ്ടും അഡ്മിറ്റ് ആക്കി. പിന്നെ എഗെയിൻ 2 ദിവസം. അപ്പൊ 7 ദിവസം ഹോസ്പിറ്റൽ ബില്ല്. അതൊക്കെ ഭയങ്കര ചെലവാണ്. നിങ്ങൾക്ക് എന്തോ അന്നൊക്കെ നല്ല കയ്യിൽ നിന്ന് എടുത്ത പൈസ കൊടുത്താൽ കൊറോണ കാലത്ത് അന്നേരമൊക്കെ ഉണ്ടാക്കുമ്പോ അതാണ് ഞാൻ പറഞ്ഞത്. അന്നേരം എനിക്ക് ഇൻഷുറൻസ് ഉണ്ടായെങ്കിലോ, ചെറിയ പൈസ ഉണ്ട്. അപ്പൊ നല്ലതാണ്, വളരെ നല്ലതാണ്. ബാക്കി പറഞ്ഞു.
എന്റെ ഫ്രണ്ടും വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ ഇൻഷുർ എടുത്തിട്ടുണ്ട്, ഇനിയിപ്പോ എത്ര പൈസ ആണെങ്കിലും 5000 6000 ഒക്കെ അടച്ചാൽ മതിയെന്ന്. എന്തിന്? സുഖപ്രസവമാണെങ്കിൽ 5000. ഇതും ഇൻഷുറിന്റെ പരസ്യം നമുക്ക് പരസ്യം അവർ വേറെ തരുന്നു, അത് നമ്മൾ അത് ചെയ്യുമ്പോൾ അത് എഴുതി കാണിക്കും, യൂട്യൂബിലാണെങ്കിൽ എഴുതി കാണിക്കും, ഈ വീഡിയോയിൽ പരസ്യമില്ല. അതെ. പിന്നെ പൈസ കിട്ടിയത് കൊണ്ടാണ് അച്ഛനും അമ്മയും ഒഴിവാക്കിയത് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അവര് ഏട്ടൻ നമ്മൾ വർക്ക് തുടങ്ങിയപ്പോ തൊട്ട് ഓരോ നമുക്ക് എനിക്ക് തോന്നുന്നു അമ്മന്റെ അക്കൗണ്ടിൽ തന്നെയാണ് ഫസ്റ്റ് പൈസ വന്നുകൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ. അതിൽ തന്നെയായിരുന്നു. പിന്നെ അവർക്ക് ശമ്പളം എന്ന് പറയും എന്റെ കാര്യം ശമ്പളമുള്ള ആൾക്കാരാണ് അമ്മയും സച്ചും ഒക്കെ. എനിക്ക് എന്റെ ബാങ്കിൽ ഇപ്പം 0 ആയിരിക്കും. ഞാൻ അങ്ങനെ അവർക്കറിയാം, ഞാൻ അങ്ങനത്തെ ഒരാൾ, ഞാനിങ്ങനെ എല്ലായിടത്തും അങ്ങനത്തെ ഒരാളല്ല ഞാൻ. അപ്പൊ അമ്മയ്ക്ക് പോളിസി പറഞ്ഞാൽ കിട്ടുന്നത് അങ്ങനെ ഇങ്ങനെ ചെലവാക്കും. അതുകൊണ്ടാണ് എന്റെ ബാങ്കിൽ എപ്പോഴും വളരെ കുറവ്. എന്റെ എനിക്കൊരു ഇതുണ്ട്, എന്റെ എത്ര പൈസ ഉണ്ട് അതിങ്ങനെ ചെലവായി എവിടെ പോകും. ഞാൻ എന്റെ കയ്യിൽ നിൽക്കില്ല. ഞങ്ങള് കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു പേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഇന്നേ വരെ എത്ര പൈസ ഇട്ട് വെച്ചാലും പൈസ അങ്ങനെ നിക്കാത്ത ചിലവരുടെ അങ്ങനത്തെ ഉണ്ട്. എത്ര പൈസ ഇട്ട് നിൽക്കാത്തൊരു കൈയാണ് അത്. പിന്നെ നിക്കില്ല പറഞ്ഞ ഒരു കൺട്രോൾ ഇല്ല. എന്താണെങ്കിലും അങ്ങനെ എന്നേക്കാളും ഒരുപാട് ചെലവാക്കും. അങ്ങനത്തെ ഒരു സ്വഭാവം ബാഡാണെന്ന് ഒരുപാട് ആൾക്കാർ. പക്ഷെ ഞാൻ എന്റെ ഒരു പോളിസി അനുസരിച്ച് ഞാൻ പണ്ട് മുതലേ അങ്ങനെയായിരുന്നു. പക്ഷെ ദൈവം സാധിച്ച് ചെലവാക്കുന്നതനുസരിച്ച് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അനിയനും അച്ഛനും ഞാൻ ചെലവാക്കുന്നതനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ ഫുഡ് കഴിക്കാകുമ്പോ ഞാൻ ഹോട്ടലിൽ കഴിക്കുന്ന ഭക്ഷണത്തിനൊക്കെ ഞാൻ ടിപ്പ് കൊടുക്കും. കാറിന് നമുക്ക് നിൽക്കുന്നില്ലേ, അവർക്ക് ഇറങ്ങി പൈസ കൊടുക്കും. പൈസ കൊടുക്കാണ്ട് പോലും നമ്മൾ ദിവസം 2-3 അടുപ്പിച്ച് ഹോട്ടലിൽ പോയി 2-3 പ്രാവശ്യം അയാൾക്ക്. ഇനി ഞാൻ അങ്ങനെ എല്ലാവരും അതങ്ങനെ ശീലിച്ചത് കാരണം ഒന്നുമല്ല. നമ്മള് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചപ്പോൾ നമ്മള് ഈ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം കേട്ടോ. അത് മാത്രം കിട്ടി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കുറച്ച് ചെറിയൊരു ചോദിച്ചെങ്കിലും അവർ ടിപ്പ് കൊടുക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലുത്. അപ്പോൾ ടിപ്പ് കൊടുക്കുക, എല്ലാവരും കൊടുക്കുക. ഓക്കെ. അപ്പൊ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എത്ര സപ്പോർട്ട് ചെയ്തിട്ടും നിങ്ങൾ എന്താ ഞങ്ങളുടെ ഒന്നും പേരൊന്നും മെൻഷൻ ചെയ്യാത്തത് വേണ്ടിട്ട് ഞാൻ എന്താ ഒരു ലോഡ് പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാത്തിലും യൂട്യൂബിൽ 1 by 1 എല്ലാ കമന്റ്സിനും റിപ്ലൈ കൊടുക്കാറുണ്ട്. ഫേസ്ബുക്കിൽ പിന്നെ അധികം ശ്രദ്ധിക്കാതെ എന്താണെന്ന് വെച്ചാൽ ഫേസ്ബുക്കിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ യൂട്യൂബാണ് ശ്രദ്ധിക്കുന്നത്. കാരണം അപ്പൊ കൊടുക്കാറുണ്ട് ഒരുപാട് എല്ലാവരും കൊടുക്കാറുണ്ട്. നിങ്ങൾ എന്താണെങ്കിലും അത് നടന്നിട്ട് മാത്രം പറഞ്ഞാൽ മതി. കാരണം നടക്കാത്ത ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും ഡ്രോപ്പ് ആയി പോകും. അതുകൊണ്ട് പിന്നെ അച്ഛനും അമ്മയും പൈസ കിട്ടി ഒഴിവാക്കുന്നു. പൈസ കിട്ടാന്ന് പറയും. പൈസ കിട്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് 4-5 കൊല്ലമായിട്ടോ. 4-5 കൊല്ലം. പിന്നെ അവർക്കും ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ അമ്മ എന്ന് പറഞ്ഞിട്ട് എന്താണ് അടുക്കളയിൽ ഒതുങ്ങി കഴിഞ്ഞ അമ്മ എന്ന് പറഞ്ഞപ്പോ കേരളം മലയാളികൾ അറിയുന്ന ഒരു വനജമ്മയാണ്. അച്ഛനെ അറിയാം, എല്ലാവരും അറിയാം. അവർക്കൊരു പൊസിഷനാണ്. അവര് നന്നായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്, നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും കേട്ടോ, അതിന് പേടിക്കണ്ട. അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അച്ഛനും അമ്മേനൊക്കെ ഒഴിവാക്കാൻ അത് നമുക്ക് തന്നെ നമ്മളച്ഛനമ്മയല്ലേ. ഞാൻ പറയാം, അത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതെ, അതൊക്കെ വലിയ കഥകളായിട്ട് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലാവർക്കും പൈസ കൊടുക്കും കേട്ടോ. ആക്ട് ചെയ്യാൻ വരുന്ന എല്ലാവർക്കും കഥ തരുന്നുണ്ട്. കുറച്ച് മുമ്പൊക്കെ ഒരു പെൺകുട്ടി കഥ തരുന്നവർക്ക് പൈസ കൊടുക്കും, ആക്ട് ചെയ്യാൻ വരുന്നവർക്ക് പൈസ കൊടുക്കും, എല്ലാത്തിനും. പിന്നെ മ്യൂസിക്കിന് നമ്മൾ കുറച്ച് മ്യൂസിക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പുറത്ത്. എല്ലാത്തിനും നമ്മൾ പൈസ കൊടുത്തിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പൈസ കൊടുക്കാൻ കാരണം ജോലി പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടത് തന്നെയാണ്. വെറുതെ വന്നിട്ട് ദാനം പോലെ ആരും ചെയ്തു തരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലേ. പൈസ 1 രൂപയ്ക്ക് 1 രൂപ, ചില സമയത്തായിട്ട് അത് 10 രൂപയ്ക്ക് 9 രൂപ കേട്ടോ. 1 രൂപ വാങ്ങിച്ചില്ല, ആ 1 രൂപ നമ്മുടെ അവകാശമാണ്. അത് നമ്മൾ വാങ്ങിക്കന്നെ വേണം അല്ലേ. അതിനങ്ങനെ വിട്ടു കൊടുക്കൊന്നും വേണ്ട. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? അപ്പൊ ഇതൊക്കെയാണ്. ഒരുപാട് ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നന്ദിയുള്ളത്. കാരണം അവരുടെ പേര് പറഞ്ഞാൽ അത്രയുണ്ട്. 100 ആൾക്കാരിൽ 90 ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്താണ്. കുറച്ച് ആൾക്കാർ മാത്രമേ ഇങ്ങനെ നെഗറ്റീവ് ഉള്ളൂ. അവരുടെ അടുത്ത് പറയുന്നത് നമ്മുടെ ജസ്റ്റ് ഒന്ന് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ അങ്ങനെയല്ല. പിന്നെ നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാവില്ല, വെറുതെ എല്ലാവരും നെഗറ്റീവ് പറയുന്നത് പോസിറ്റീവായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാർ. എന്റെ കണ്ണിൽ വെള്ളം ഏകദേശം അത് കണ്ണിന്റെ സർജറി കുഞ്ഞിന് 1.5 വയസ്സുള്ളപ്പോഴാണ് ഒന്നിൽ ചെയ്തത്. ഇപ്പൊ ഏകദേശം കണ്ണ് സർജറി ചെയ്യാറായിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ. പറയൂ. അപ്പൊ അതുകൊണ്ടാണ് നെഗറ്റീവിന് കൊടുക്കുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെപ്പോഴും നമ്മളെ കുറിച്ച് നെഗറ്റീവ് കേൾക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു സങ്കടം വരും. അവർ ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി. അപ്പൊ എല്ലാത്തിനും പോയിട്ട് നമുക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ജാട സത്യം പറഞ്ഞ അങ്ങനത്തെ ഒരു സാധനം കേട്ടോ. നമ്മൾ ഈ അടുത്തൊരു ഒരു കമന്റ്സ് നമുക്ക് കണ്ടിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ പറഞ്ഞാൽ
എത്ര സിമ്പിൾ ആകാൻ പറ്റും അത്ര സിമ്പിൾ നടക്കും. നമുക്ക് ജാട പറഞ്ഞാൽ ജാട കാണിക്കാൻ മനുഷ്യന്മാർക്ക് അതിനുള്ള ഒരു യോഗ്യത നമുക്കൊന്നുമില്ല. നമുക്ക് വളരെ 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 എന്തിന് ജാട കാണിക്കും, ജാട കാണിച്ചാൽ കഴിഞ്ഞു. കാരണം നമ്മളെ വളർത്തിയത് നിങ്ങളാണ്. നിങ്ങളുടെ മുന്നിലൊക്കെ ജാട കാണിക്കാൻ ഇല്ല. ചില സമയത്ത് ആരോ ഹായ് പറഞ്ഞിട്ട് നമ്മള് ഭയങ്കര പൊടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊടി കൊടുവായല്ലേ. അപ്പൊ നമുക്കത് എങ്ങനെയും വീടെത്തിയാൽ മതി. എനിക്കാണെങ്കിൽ കണ്ണിന്റെ അലർജി ആയിട്ട് കണ്ണിക്കൂടെ വെള്ളം അപ്പൊ നമ്മളെ കണ്ട ഒരുപാട് ഞാൻ തലേന്താത്ത് നടക്കും. ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് ഹായ് ഹായ് എന്ന് പറഞ്ഞാൽ പരമാവധി ഇങ്ങനെ ഹായ് ഹായ് എന്ന് പറഞ്ഞാൽ അപ്പൊ 2-3 ആൾക്കാരുടെ ഹായ് വല്ല ജാടയാണ് ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യില്ല. അവരിങ്ങനെ പേഴ്സണൽ ആയിട്ട് ഒരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, കണ്ടപ്പോ ഇത്രയും ജാടയാണെന്ന് വിചാരിച്ചില്ല, സോറി കേട്ടോ, സംഭവമാണ് കേട്ടോ നിങ്ങളെ. അവരോട് ആദ്യം തന്നെ സോറി. നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ആക്ച്വലി നമ്മൾ കണ്ടാൽ ഒരിക്കലും അത് ഇല്ലേ, നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ല തീർച്ചയായിട്ടും. കാരണം നമ്മളെ ഒരാൾ ഇഷ്ടപ്പെട്ടിട്ട് ഹായ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മിണ്ടിയില്ലെങ്കിൽ പിന്നെ നമ്മളെ മനുഷ്യന്മാരാണ്. അത് അല്ല, അങ്ങനെ ഒരിക്കലും നിങ്ങളാണ് നമ്മളിങ്ങനെ അല്ലേ, ഒരു സന്ധ്യ ശുചിത്വ ഉണ്ട് എന്ന് പറയുന്നത് നിങ്ങളാണ് അല്ലേ, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും അറിയായിരുന്നു. എന്താ പറയുക, നിങ്ങൾ സപ്പോർട്ട് ഉള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എവിടെയും ചാട കാണിക്കില്ല, ഇതുവരെ കാണിച്ചിട്ടില്ല. എത്ര സിമ്പിൾ ആകാൻ പറ്റും അത്ര സിമ്പിൾ. നമ്മൾ സിമ്പിൾ തന്നെയാണ്, അതിലൊരിക്കലും വിചാരിക്കും. നമ്മളെ കോസ്റ്റ്യൂം കണ്ടാൽ തന്നെ നമ്മൾ അല്ലേ, ഇങ്ങനെ ഒരു ആഷ് പോഷ് ആയിട്ട് ഇന്നേ വരെ നടന്നിട്ടില്ല അല്ലേ. എത്ര ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള ഷൂട്ടിങ്ങിന് വേണ്ടി ചെയ്തായിരുന്നു, ഒരു പെങ്ങളുടെ ഒക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മള് അഗൈൻ കോഴിക്കോട് പോകുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഒന്ന് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു സമാധാനം അല്ലേ. എന്താ പറയാ, അവര് പറഞ്ഞു നിങ്ങൾ ഒരുപാട് എല്ലാത്തിനും ഒന്നും നെഗറ്റീവിനൊന്നും റിപ്ലൈ കൊടുക്കാൻ നിൽക്കണ്ട, അത് ജസ്റ്റ് നെവർ മൈൻഡ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവര് നമ്മുടെ വീഡിയോ കണ്ടു അവര് അടക്കം നമ്മുടെ വളർച്ചയിൽ പങ്കുകൊള്ളുന്നവരാണ്. അപ്പൊ അവരോട് ഞാൻ എപ്പോഴും പറയണ്ട, അവരൊരിക്കലും കുറ്റം പറയരുത്. കാരണം അവര് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിച്ചത്. അപ്പൊ നല്ലതാണ്. എനിക്ക് നെഗറ്റീവ് വന്നാലും നമ്മൾ വളരുള്ളൂ. നല്ല രീതിയിൽ നെഗറ്റീവ് പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ലതായിട്ടാണ്. അങ്ങനെയല്ല, നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതന്നെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം ഞങ്ങൾ പറഞ്ഞില്ലേ അത്രയും നടക്കാൻ കുറച്ചൊരു മാസം കൂടി, അത് കഴിഞ്ഞിട്ട് എന്തായാലും എല്ലാവരുടെ അടുത്തും പറയാം. അപ്പൊ ഈ നെഗറ്റീവ് പറഞ്ഞവരൊക്കെ നമ്മളുടെ അടുത്ത് നല്ല രീതിക്ക് വരുന്നു വിചാരിക്കണം അല്ലേ. ആരും പിണങ്ങി പോവരുത്, എല്ലാവരും വ്ളോഗ് കാണണം, വിജയിപ്പിക്കണം. അപ്പൊ നമ്മുടെ അമ്മയും മക്കളും തന്ന അതേ സപ്പോർട്ട് വ്ളോഗ്സിനും തരണം. അത്രയൊക്കെയുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ അടുത്ത കുറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അതായിരിക്കും ബൈ.